നമസ്കാരം. 2011 നവംബർ ഡിസംബർ മാസങ്ങളിൽ UNA എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാകുന്നത് വരെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാരുടെ ശമ്പളം കേവലം 500 രൂപയായിരുന്നു. അത് 3000 രൂപയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മിനിമം വേജ് 5000 രൂപയായിരുന്നു എന്നോർക്കണം. അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ നേഴ്സിംഗ് സംഘടനാ നേതാക്കളോട് ചോദിച്ചത് നിങ്ങൾക്കപ്പോൾ മിനിമം വേജ് വേണ്ടേ എന്നാണ്. ഇങ്ങനൊരു മിനിമം വേജ് ഉണ്ടെന്ന് നേഴ്സുമാർക്ക് പോലും അറിയില്ലായിരുന്നു. അവിടെ നിന്നാണ് നേഴ്സുമാർക്ക് മാന്യമായ കൂലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് 15 കൊല്ലം കൊണ്ട് കേരളം മാറിയത്. അതിന് ചുക്കാൻ പിടിച്ചത് UNA എന്ന സംഘടനയായിരുന്നു. ആ സംഘടനയെ തകർക്കാൻ പല വിധത്തിൽ ആശുപത്രി മാനേജ്മെൻറ്റുകളും സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചു. നേഴ്സുമാരുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നേതാക്കന്മാരെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ജാസ്മിൻ ഷാ എന്നായതുകൊണ്ട് ജിഹാദി മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് പരത്തി. UNA ആദ്യം സമരം നടത്തിയത് മുസ്ലിം മാനേജ്മെൻറ്റ് ആശുപത്രിക്ക് മുമ്പിലാണെന്ന് അറിയാത്തവരാണ് ഈ നുണപ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എന്തായാലും UNA പതിയെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഒട്ടുമിക്കതിലുമെത്തി. അവിടെയൊക്കെ നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളവും കിട്ടിത്തുടങ്ങി. എന്നാൽ ഇപ്പോഴും UNA ഇല്ലാത്ത ആശുപത്രികളിലെ സ്ഥിതി അതീവ ദയനീയമാണ്. 2018 ശേഷം മിനിമം വേജ് പ്രഖ്യാപിക്കാത്ത പശ്ചാത്തലത്തിലാണ് 2023 സമരം നടത്തുന്നതും ആ സമരം ഇടക്കാല ആശ്വാസത്തോട് ഒത്തുതീർക്കുന്നതും. നിരവധി ചർച്ചകൾ നടത്തി പറ്റിച്ചതല്ലാതെ ശമ്പള വർധനവ് നടപ്പിലാക്കിയില്ല. തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേഴ്സുമാർ സമരം പ്രഖ്യാപിച്ചു. ഓരോരോ ആശുപത്രികളായി ചർച്ചയ്ക്ക് വന്നു. UNA ഘടകം പ്രവർത്തിക്കുന്ന 490 ആശുപത്രികളിൽ 488 സമരം ഒത്തുതീർപ്പിലായി. 6000 രൂപ മുതൽ 16000 രൂപ വരെ ഇടക്കാല ശമ്പള വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലായിടത്തും സമരം അവസാനിച്ചത്. എന്നാൽ തൃശ്ശൂരിലെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള 2 ആശുപത്രികൾ മാത്രം വഴങ്ങുന്നില്ല. ജൂബിലി ഹോസ്പിറ്റലും അമല ഹോസ്പിറ്റലും. അവർ അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറി നേഴ്സിംഗ് സംഘടനയെ ജിഹാദി പ്രസ്ഥാനം ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള ഗൂഢാലോചന എന്ന വ്യാജ പ്രചരണത്തിന് ഇരയാക്കി മുമ്പോട്ട് പോവുകയാണ്. കാരിത്താസും പുഷ്പഗിരിയും രാജഗിരിയും മാത്രമല്ല, ആസ്റ്റർ അടക്കമുള്ള കോർപ്പറേറ്റ് ആശുപത്രികളും ചർച്ച നടത്തി ശമ്പള വർധനവ് നടപ്പിലാക്കിയപ്പോഴാണ് സഭാ നേതാക്കന്മാരുടെ അഹങ്കാരത്തിലും ധിക്കാരത്തിലും കലർന്ന ഈ സമീപനം. ഇതൊരു ജിഹാദി ഗൂഢാലോചനയാണ് എന്ന വ്യാജ പ്രചരണം നടത്തി മറ്റ് പലയിടത്തു നിന്നും വിശ്വാസികളെ ഇളക്കി നേഴ്സിംഗ് വിദ്യാർത്ഥികളും നേഴ്സായി ജോലി ചെയ്യാൻ യോഗ്യതയില്ലാത്തവരുമൊക്കെയാണ് ഇപ്പോൾ ഈ ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നത്. അവിടെ പോകുന്ന രോഗികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. വേണ്ടത്ര യോഗ്യതയില്ലാത്തവരാൽ ചികിത്സിക്കപ്പെടുകയാണ് ഈ മാനേജ്മെന്റിന്റെ പിടിവാശി കൊണ്ട് പാവപ്പെട്ട രോഗികൾ. ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന പിടിവാശിയിൽ ഇവർ തുടർന്നപ്പോൾ UNA നേതാക്കൾക്കൊപ്പം ഞാൻ കൂടി നേരിട്ട് സെക്രട്ടേറിയറ്റിൽ പോയി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും കണ്ട് ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചു. തുടർന്ന് തൊഴിൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തല ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യമന്ത്രി K മുരളീധരൻ ആശുപത്രി മാനേജ്മെന്റുകളെയും നേഴ്സിംഗ് സംഘടനാ പ്രതിനിധികളെയും ഇന്നലെ തിരുവനന്തപുരത്ത് തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷെ അഹങ്കാരികളായ അമല, ജൂബിലി ആശുപത്രി മാനേജ്മെന്റുകൾ നേഴ്സുമാരോട് മുഖാമുഖം നോക്കാൻ പോലും മനസ്സില്ലെന്ന് പറഞ്ഞ് അവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മന്ത്രിയോടും ഉദ്യോഗസ്ഥരോടും ചർച്ചയ്ക്കിരുന്നു. അതിശക്തമായ ഇടപെടലാണ് ആരോഗ്യമന്ത്രി നടത്തിയത്. നേഴ്സുമാർക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുത്തേ മതിയാവൂ എന്ന് കർശനമായ നിലപാട് മന്ത്രി എടുത്തു. അതിന് ആശുപത്രി മാനേജ്മെന്റ് തയ്യാറാണ്. എന്നാൽ UNAയുടെ സമരഫലമായി അത് കൊടുത്തു എന്ന് അവർക്ക് അംഗീകരിക്കാൻ വയ്യ. അതാണ് വിചിത്രമായ വാദമായി ഉയർത്തിക്കൊണ്ടുവന്നത്. മാത്രമല്ല, ചർച്ചയ്ക്കെത്തിയ UNA ഭാരവാഹികളോട് സംസാരിക്കാനും അവർ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് മന്ത്രി ചർച്ച നടത്തിയത് വെവ്വേറെയാണ്. ആദ്യം മാനേജ്മെന്റുകളോട് സംസാരിച്ചു, അതിനുശേഷം UNA ഭാരവാഹികളോട് സംസാരിച്ചു. ശമ്പള വർധനവ് എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല എന്ന് മന്ത്രി മാനേജ്മെന്റുകളോട് തറപ്പിച്ചു പറഞ്ഞു. മാനേജ്മെന്റുകൾ ആ ഉത്തരവാദിത്വം സർക്കാരിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവർ മടങ്ങാൻ നേരം മന്ത്രിയോട് പറഞ്ഞത് ഞങ്ങൾ തൃശ്ശൂർ രൂപതാ ബിഷപ്പിനോട് ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാമെന്നാണ്. വളരെ നിരാശാജനകമാണ് ആ പ്രതികരണമെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. നേഴ്സുമാരുടെ സമരം നീണ്ടുപോകുന്നത്, ചർച്ചയ്ക്ക് പോലും വഴങ്ങാത്തത് തൃശ്ശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ പിടിവാശി മൂലമാണെന്ന് നേരത്തെ മുതൽ സഭാധികാരികൾ തന്നെ പലരോടും പറഞ്ഞിരുന്നു. ആശുപത്രി മാനേജ്മെന്റുകൾ നേഴ്സിംഗ് സംഘടനാ ഭാരവാഹികളോട് വ്യക്തിപരമായി തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ശമ്പള വർധനവ് തടസ്സമൊന്നുമില്ല, പക്ഷെ മെത്രാൻ സമ്മതിക്കുന്നില്ല എന്ന്. മെത്രാന് പിടിവാശിയും ഈഗോയുമാണ് ഈ സമരത്തെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ മെത്രാൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ട നേഴ്സുമാരോട് ഇങ്ങനെ അയിത്തം കൽപ്പിക്കുന്നത്?
നഴ്സുമാർക്കൊപ്പം ഇരിക്കാൻ പോലും വൈദികരടങ്ങുന്ന ആശുപത്രി മാനേജ്മെന്റിനെ മെത്രാൻ അനുവദിച്ചില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സീറോ മലബാർ സഭ വിശ്വാസികളിൽ മിക്കവരുടെയും വീടുകളിൽ ഒരു നേഴ്സ് ഉണ്ടാവും എന്ന് ഈ മെത്രാൻ മറന്നുപോകരുത്. നേഴ്സുമാരുടെ അധ്വാനവും പണവും കൂടിക്കൊണ്ട് കെട്ടിപ്പടുത്തപ്പെട്ടതാണ് ഈ സഭ. ഇന്ത്യ രാജ്യത്തിന് പുറത്ത് സഭ രൂപതകൾ സ്ഥാപിക്കുമ്പോൾ, അത് ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അവിടെയൊക്കെ ഈ സഭാ സംവിധാനത്തെ താങ്ങി നിർത്തുന്നത് നേഴ്സുമാരാണ് എന്ന് മറക്കരുത്. നേഴ്സുമാരോട് സംസാരിക്കാൻ പോലും അയിത്തമാണ് ഈ മെത്രാനെങ്കിൽ പിന്നെ എന്തിനാണ് നേഴ്സുമാരുടെ അധ്വാന ഫലത്തിൽ വിഹിതം കൈപ്പറ്റി നിങ്ങൾ സഭ നടത്തുന്നത്? ലോകമെമ്പാടുമുള്ള നേഴ്സുമാർ ഒരുമിച്ച് സഭയ്ക്ക് 1 രൂപ പോലും പിരിവ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഹുങ്കെ എന്ന് മറക്കരുത്. പാവപ്പെട്ട നേഴ്സുമാരോട് സംസാരിക്കാൻ പോലും മനസ്സില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്താണ് ചർച്ചയിൽ സംഭവിച്ചതെന്ന് ജാസ്മിൻ ഷാ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലേബർ ഓഫീസറാണ് തൃശ്ശൂരുള്ളത്. അപ്പോൾ അവരുടെ ഈ നിലപാടാണ് ഈ സമരം ഇത്രയും വഷളാക്കിയത്. മാത്രമല്ല, ഇന്ന് ആദ്യമായിട്ട് മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് വന്നു. ഞങ്ങൾ വ്യത്യസ്തമായ നിലക്കാണ് ചർച്ച നടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞത് ബിഷപ്പാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ബിഷപ്പിൻ്റെ ഈ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് മന്ത്രി തലത്തിലൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ബിഷപ്പ് തലത്തിൽ അറിയിച്ചുകൊണ്ട് അവിടുന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഉടനെ അറിയിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചത്. ആ വിവരമാണ് നമ്മോട് അറിയിച്ചത്. അപ്പോൾ ഒരാഴ്ചക്കകം എന്നുള്ളൊരു സംഗതിയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട ബിഷപ്പ് ആണ് ഈ സമരം തീർക്കാൻ മുൻകൈ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കാം. അദ്ദേഹം അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കണം. കാരണം കേരളത്തിലെ എല്ലാ ആശുപത്രികളും സമരം നടന്ന ഏകദേശം 90% ആശുപത്രികളും തീർന്നു. ആകെ 2 സ്ഥാപനങ്ങളിലെ ഈ സമരം അവശേഷിക്കുന്നുള്ളൂ. അത് തീരാനുള്ള നിലപാട് ബിഷപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. തൃശ്ശൂരിലെ ബിഷപ്പ് എന്നാണ് പറഞ്ഞത്. മാർ ആൻഡ്രൂസ് സ്ഥാനത്ത് ബിഷപ്പാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് താഴത്തു തിരുമേനിയോട് ഞാൻ സുവിശേഷം പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. റേവും നൊവേരും എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനത്തെക്കുറിച്ച് തീർച്ചയായും ഇന്ത്യൻ ബിഷപ്പ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് അറിയാതിരിക്കില്ല. 1891 മെയ് മാസം 15 ലിയോ 13 മാർപ്പാപ്പ പുറത്തിറക്കിയതാണ് ആ ചാക്രിക ലേഖനം. ലിയോ 14 ഇപ്പോഴത്തെ പോപ്പ് എന്നത് യാദൃച്ഛികമായിരിക്കാം. റേരും നൊവേരും എന്നതിനർത്ഥം ചില പുതിയ കാര്യങ്ങൾ എന്നാണ്. ആ കാലഘട്ടത്തിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നു. പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ ചൂഷണത്തിന് ഇരയാകുന്നു. മുതലാളിമാർക്ക് ലാഭം മാത്രം മതിയായിരുന്നു. ഈ വ്യാവസായിക ചൂഷണ പശ്ചാത്തലത്തിലാണ് പിന്നീട് കമ്മ്യൂണിസം പോലും രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് തന്നെ പോപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ അവർക്ക് അനുമതി കൊടുക്കണം, അവർക്ക് ജീവിക്കാൻ ഉള്ളത് മാത്രമല്ല അവരുടെ കുടുംബത്തിനും ജീവിക്കാനുള്ള പണം ശമ്പളമായി കൊടുക്കണം, ശമ്പളം അവരുടെ അവകാശമാണ്, തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ്, മനുഷ്യനെ മനുഷ്യനായി കരുതണം, അവരോട് മനുഷ്യത്വപൂർവമായ പരിഗണന കൊടുക്കണം, തൊഴിൽ സാഹചര്യങ്ങൾ മനുഷ്യനെന്ന നിലയിലുള്ളതാവണം. അല്ലാതെ നിങ്ങൾ ഇവരെ ചൂഷണം ചെയ്ത് ലാഭമുണ്ടാക്കി തടിച്ചു കൊഴുത്താൽ നിങ്ങൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. കമ്മ്യൂണിസത്തിന് മുൻപുണ്ടായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിരുന്നു ലിയോ 13 മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനം. ഇന്നും കത്തോലിക്ക സഭ ആധികാരിക രേഖയായി സഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് റേരും നൊവേരും. ഈ ചാക്രിക ലേഖനത്തിന് പ്രിൻസിപ്പിൾ പോലും മാർ ആൻഡ്രൂസ് താഴത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. തിരുമേനി ഒരു ബൈബിൾ പണ്ഡിതനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എത്രമാത്രം ബൈബിളിലെ കാര്യങ്ങൾ തിരുമേനി നടപ്പിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ നേഴ്സുമാരോട് കാട്ടുന്ന ഈ അയിത്തവും അവരോട് കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ പെരുമാറ്റവും അവർക്കെതിരെ സഭാ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് ഈ തിരുമേനിക്ക് സുവിശേഷത്തെക്കുറിച്ച് കാര്യമായ വിവരം ഇല്ല എന്നാണ്. അതുകൊണ്ട് തിരുമേനിക്ക് വേണ്ടി ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ഞായറാഴ്ചകളിലെ 4 വായനകളിൽ 2 പഴയ നിയമമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ചില വാക്കുകൾ ആദ്യം വായിക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ 24:14 ഇങ്ങനെ പറയുന്നു: അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്ന് വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. പിതാവ് ശ്രദ്ധിച്ച് കേൾക്കുക. നിയമാവർത്തനത്തെ അടുത്ത വാക്യത്തിൽ, അത് 24:15 പറയുന്നു, അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും.
പിതാവിനോട് സുവിശേഷ വാക്കുകൾ എടുത്തു പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ജെറമിയായുടെ പുസ്തകം 22:13 പറയുന്നത്, അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശപ്തൻ. പ്രിയപ്പെട്ട തിരുമേനി, പഴയ നിയമത്തിലെ വാക്കുകൾ അങ്ങ് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുവിന്റെ സഹോദരനായ മാർ യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 5-4 വാക്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിന് എഴുതിയ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വാചകം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. യജമാനന്മാരെ, നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ. നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനനുണ്ടെന്ന് ഓർമ്മിക്കുവിൻ. ബഹുമാന്യനായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് ഇതിനപ്പുറത്തേക്കൊന്നും പറയാൻ എനിക്കില്ല. പാവപ്പെട്ട നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ സംരക്ഷിക്കുക. അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് അവർക്ക് വേണ്ടി നിരത്തിലിറങ്ങുന്ന കാലം വിദൂരമല്ല. ഇങ്ങനെ നിങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചപ്പോഴാണ് UNA എന്ന സംഘടന 2011 പിറന്നതെന്ന് അറിയണമെങ്കിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്കാരോട് ചോദിച്ചാൽ മതി.